അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരണത് പോലെയാണ്. കഞ്ഞി വെക്കണമെങ്കിലും കാപ്പി അനത്തണമെങ്കിലും വെള്ളം കിട്ടണം. അതുപോലെയാണ് കർത്താവ് പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. ഞാനിപ്പോൾ കുർബാനയ്ക്ക് കയറാൻ പോവുകയാണ്. ആ കുർബാനയും ഞാൻ അങ്ങയുടെ ഈ പ്രാർത്ഥന കൂടുന്ന മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങളുള്ളതാണ്
കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല, നട്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആസ്വദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണുന്ന കർത്താവെ. കർത്താവെ, പിരിഞ്ഞ് താമസിക്കുന്നവരുടെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവെ. അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണ ഈശോയെ. അവർ ജീവിത പങ്കാളി, അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ. ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തെ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 23 ഞാൻ കർത്താവിനിക്ക് തിരുപ്പട്ടം നൽകിയ ദിവസമാണ്. നിങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 40 വർഷം തികയാണ് ഇന്ന്. ഇന്നത്തെ കുർബാനയിലും പ്രാർത്ഥനകളിലുമൊക്കെ എന്നെ ഓർക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയാണ്. അതായത് പ്രതിഫല, ഞാൻ പറഞ്ഞില്ലേ, ദൈവമായിട്ട് ഒരു ആത്മബന്ധത്തിലെ അനുദിനം പുരോഗമിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് പ്രതിഫലം പ്രതീക്ഷിക്കാതെ. ലൂക്ക 6:35. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ഈ പ്രതിഫലം വലുതായിരിക്കും എന്ന് പറഞ്ഞല്ലേ, ആ പ്രതിഫലത്തെ കുറിച്ച് മത്തായി ശ്ലീഹ പറയുന്നുണ്ട്. മത്തായി 5:11-12. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുക, നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ആ പ്രതിഫലം എവിടെയാണ്? നിത്യതയിലെ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ ഇതിനകത്ത് ടിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിരുസന്നിധിയിൽ മൂല്യം ഉണ്ടാകാൻ വേണ്ടി, നമ്മളെ പരിഗണന അർഹയാകാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഒത്തിരിയേറെ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് തിരിച്ചു കിട്ടുന്നത്. ഇപ്പോൾ ഈശോ മനുഷ്യന്മാരുടെ കൂട്ടത്തിലേതാണ് അത് പറഞ്ഞത്. അപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് കരുതാതെ വായ്പ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്.
പക്ഷെ നമ്മൾ ടിപ്സ് എന്ന് പറയണത് നമ്മൾ ദൈവത്തോടും ഇതുപോലെ തന്നെ ആയിരിക്കണം. കാര്യം എന്താണ്, നമ്മളിപ്പോൾ ഓരോ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു, നമുക്ക് ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കുന്നു, നന്ദി പറയുന്നു. ദൈവം നമ്മൾ അനുഗ്രഹിച്ചില്ലേ നമ്മൾ നന്ദി പറയത്തില്ല, അതിൻ്റെ പകരം നമ്മൾ വേറെ വല്ലതും പറയും. ഒന്നില്ലേ മോന്തം കയറ്റെങ്കിലും നടക്കും, അല്ലെങ്കിൽ പ്രാർത്ഥനയെങ്കിലും കുറക്കും. അപ്പം ഈ ഐറ്റംസ് ആണുള്ളതെന്നൊക്കെ ദൈവത്തിന് അറിയാം, എല്ലാം അറിയാം. അതുകൊണ്ടാണ് ഇനി ഒരു കാലത്ത് നന്ദി പറഞ്ഞാലും ദൈവത്തിന് അത് പറഞ്ഞാൽ പറയാത്ത ഒരു പോലെ ഇരിക്കണതിൻ്റെ കാരണം, ഇത് കിട്ടാതിരുന്നെങ്കിൽ നീ ദൈവത്തിന് പ്രാർത്ഥനയെങ്കിലും കുറച്ച് വരുന്നേ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ദൈവതിരുസന്നിധിയിൽ നിന്ന് അഡ്വാൻസ് നിക്ഷേപം ഉണ്ടാണ് നമുക്ക്. അതാണ് ടിപ്സ് എന്ന് പറയുന്നത്. അഡ്വാൻസ് സൽപ്രവൃത്തികളായാലും ശരി, പ്രാർത്ഥനാ ജീവിതമായാലും ശരി, സുവിശേഷ കൈമാറ്റമായാലും ശരി, ഒന്നും പ്രതീക്ഷിക്കാതെ. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് ഓർക്കാതെ നന്മ ചെയ്യാൻ പറഞ്ഞു. അത് മനുഷ്യരോട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അത് അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിരിപ്പ് വ്യക്തമായില്ലേ? അതേ രീതി തന്നെ നമ്മൾ ദൈവത്തോടും ചെയ്യണം. ദൈവത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. എന്നാൽ നിങ്ങൾ മൂല്യമുള്ളവരാകുകയും ചെയ്യും, ദൈവം നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യും. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം കിട്ടിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് സോണി, ഇതെൻ്റെ 2 മക്കൾ മേബിൾ ആൻ. ഞങ്ങൾ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പൂഴിത്തോട് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ഓഗസ്റ്റ് 12-നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾക്ക് ജർമ്മനിക്ക് വിസ കിട്ടുവാൻ വേണ്ടിയിട്ടായിരുന്നു. 1.5 വർഷമായിട്ട് മോള് ഉടമ്പടിയിലായിരുന്നു. അപ്പം എനിക്ക് ഉടമ്പടി എടുക്കാൻ തീരെ വയ്യാത്തൊരാളായിരുന്നു. കാരണം ഒരു 3 വർഷം മുമ്പ് ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതുമൂലം എനിക്ക് ഇടത് ഭാഗത്ത് എൻ്റെ ഇടതുവശം മുഴുവനായിട്ടും ഞരമ്പുകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ഫിസിയോതെറാപ്പി ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാലിന്, നടുവിന്, എൻ്റെ കഴുത്തിന്, അങ്ങനെ ഒത്തിരി ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു താമരശ്ശേരിയിൽ ഉള്ള ഒരു ഷൈനി. അവളാണ് എന്നെ ഒത്തിരി ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഒത്തിരി എന്നോട് പറയുമായിരുന്നു, എപ്പോഴും ഉടമ്പടി എടുത്താൽ നിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും, ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോഴും ഞാൻ പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു, എനിക്ക് ഉടമ്പടി എടുത്താൽ അത് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നില്ല, മോളുടെ കൂട്ടത്തിൽ നിന്ന് ഉടമ്പടി എടുത്തോളാം, ഉടമ്പടിയിൽ ജീവിച്ചോളാം എന്ന് മാത്രമായിരുന്നു. ഞാൻ എന്നും ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ മുടക്കിയിട്ടില്ല, എല്ലാ ദിവസവും ഉടമ്പടിയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം മോള് നിർബന്ധിച്ചു, എന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി അയച്ചു. ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ 3 ദിവസം മുമ്പാണ് എനിക്ക് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് കഴുത്തിൽ ബെൽറ്റ് ഇട്ടാൽ മതി, ഇനി അങ്ങോട്ടേക്ക് കുറച്ച് നാൾ ബെൽറ്റ് ഇടണം, എന്നാലേ കഴുത്തിൻ്റെ വേദന കുറയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബെൽറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആ ബെൽറ്റ് ഊരി എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ ഇവിടെ വന്ന് കയറി നിയോഗത്തിൽ ഞാൻ വെച്ചത്, ഞാൻ അപ്പോഴൊക്കെ കരയുമായിരുന്നു. കാരണം എനിക്ക് വേദനയാണ്, എനിക്ക് എൻ്റെ കഴുത്തിന് വേദന, എനിക്ക് ഇരിക്കത്തില്ല, നിൽക്കത്തില്ല, നടക്കത്തില്ല, ഒത്തിരി ബുദ്ധിമുട്ട്. ഞാൻ പള്ളിയിൽ പോയിട്ട് 3 വർഷത്തിലേറെയായിരുന്നു. മുട്ടുകുത്താൻ പറ്റിയില്ല, നടക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ പക്ഷേ ഞാൻ എൻ്റെ വേദനകളൊന്നും വെച്ചില്ല. കാരണം ഞാൻ മറന്നുപോയായിരുന്നു, വേദനയൊന്നും വെക്കാൻ ഞാൻ ഓർത്തില്ല. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മകളെങ്ങനെയെങ്കിലും ജർമ്മനിക്ക് പോകണം, അവൾക്ക് അവിടെ ഹൗസ് ബിൽഡിങ്ങിന് പഠിക്കാൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്നൊരു തോന്നലുള്ളതുകൊണ്ട് അതാണ് ഞാൻ ഏറ്റവും ആദ്യം വെച്ച ഉടമ്പടി നിയോഗം. എൻ്റെ ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണം, അത് പാലിക്കാൻ സാധിക്കണം എന്നാണ്. 2ാമത്തെ ഉടമ്പടി എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടും. എൻ്റെ വേദനകൾക്കൊന്നും ഞാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ചേച്ചി പറഞ്ഞു, എല്ലാം മാതാവ് കാണുന്നില്ലേ, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്നത് വരെ ഞാൻ വിചാരിച്ചു ഞാൻ ഇരുന്ന വണ്ടിയുടെ ഒരു കംഫർട്ടബിൾ കൊണ്ടായിരിക്കും, എനിക്ക് വേദനയൊന്നും തോന്നിയില്ല. ഞാൻ ചേച്ചീനോട് പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, ഞാൻ ഏതായാലും സുഖമായിട്ട് വീട്ടിലെത്തിയെന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം മുതൽ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഉടമ്പടിയിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ് നമ്മൾ ഡെയിലി പള്ളിയിൽ പോകണം എന്നുള്ളത്. ഞായറാഴ്ച മാത്രം വല്ലപ്പോഴും പോയിക്കൊണ്ടിരുന്ന ഞാൻ അന്ന് മുതൽ ഡെയിലി പോകാൻ തുടങ്ങി. അപ്പം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്കിങ്ങനെ വേദനകളൊന്നും ഇല്ലല്ലോ, എൻ്റെ കഴുത്തിന് വേദനയില്ല, കാലിന് വേദനയില്ല, ഞാൻ നടന്നാണ് പള്ളിയിൽ പോയത്, തിരിച്ച് ഞാൻ നടന്നാണ് വന്നത്, എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എന്ന്. അന്ന് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്ന ആ സമയം
എൻ്റെ വേദനകളെല്ലാം മാതാവ് ഒരു 90%, അതായത് തീർത്തും എടുത്ത് തന്നാൽ നമ്മൾ അഹങ്കാരികളായി പോകുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും. ഒരു 10% ചെറിയൊരു വേദന, ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും എനിക്ക് മാറ്റിത്തന്നു. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. അതുപോലെ ഞാൻ എല്ലാ ആഴ്ചയിലും കാരുണ്യ പ്രവർത്തികൾ, അതായത് ഭക്ഷണം കൊടുക്കാൻ പോകുന്നുണ്ട്, കൃപാസന പത്രം കൊടുക്കാൻ പോകുന്നുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തുകൂടെയൊക്കെ ഞാൻ എല്ലാ ദിവസവും കൊന്തയ്ക്ക് പോകും. രാവിലെ പള്ളിയിൽ പോയാലും വൈകുന്നേരം കൊന്തയ്ക്ക് പോകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. ബാക്കി പറയാൻ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് കൊടുക്കാം. എൻ്റെ പേര് മേബിൾ മാത്യു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഞാൻ ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി വെക്കുന്നത്. എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. വിസ എനിക്ക് ജർമ്മൻ ലാംഗ്വേജൊക്കെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് വിസ വെച്ചു. ആദ്യത്തെ വിസ റിജക്റ്റായി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഞാൻ അപ്പോൾ അമ്മയോട് കൂടെ പറഞ്ഞു, അമ്മയും കൂടെ വെക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥന തുടങ്ങി. ഞാൻ മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ പുതുക്കുന്നതിന് 10 ദിവസം മുന്നേ എനിക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. 29-ാം തീയതി ഞാൻ അവിടെ പോയി അപ്പോയിൻമെൻറ്റിന് വേണ്ടി പോയി. അവിടെ ചെന്നു. പാസ്പോർട്ടിൽ തൈലവും ഉപ്പും ഒക്കെ വിതറി ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള മെയിലോ കാര്യങ്ങളോ വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. കാരണം ആദ്യത്തെ തവണ ഒരു തവണ റിജക്റ്റ് ആയത് കാരണം. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയും മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കണം, എനിക്ക് വരുന്നില്ലല്ലോ, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നീയും പ്രാർത്ഥിക്കുമെന്ന്. അപ്പം ഡിസംബർ 2-ാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം വേണം, ഇത്തവണ എനിക്ക് മാതാവ് തരും, എനിക്കിതുകൊണ്ട് ജർമ്മനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അടയാളം തരുവാണെങ്കിൽ ഡിസംബർ 7-ാം തീയതി തന്നാൽ മതി എന്ന് പറഞ്ഞു മാതാവിനോട്. ഡിസംബർ 7-ാം തീയതി വരെ ഞങ്ങൾ മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി രാവിലെ എനിക്ക് മെയിൽ വന്നിട്ട് ജർമ്മനിയിൽ നിന്ന് മെയിൽ വന്നു. നിങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, വർക്ക് പെർമിറ്റ് ഒക്കെ സബ്മിറ്റഡ് ആയിട്ടുണ്ട്, വർക്ക് പെർമിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ എൻ്റെ കൂട്ടത്തിൽ തൃശ്ശൂരിൽ നിന്നൊരു കുട്ടിയോടെ വരുന്നുണ്ട്, ആൻമരിയ. അവൾ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നിനക്ക് വിസ കിട്ടുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് കാരണം തന്നെ എനിക്ക് ഡിസംബർ 7 എന്ന് പറയുന്ന ദിവസം എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടൊരു ദിവസമാണ്. അതിനുശേഷം 13-ാം തീയതി ഞങ്ങൾ പത്രം വരുത്തി. ഞങ്ങൾക്ക് പത്രം, കൃപാസന പത്രം ഞങ്ങൾ വരുത്തുന്നതെന്ന് പറയുമ്പം ഉടമ്പടിയിൽ എടുക്കുന്ന 2-3 പത്രമല്ല, അതിനും കൂടുതൽ ഞങ്ങൾ പത്രം വരുത്താറുണ്ട്. അങ്ങനെ കൃപാസന പത്രം വരുത്തി. അത് 13-ാം തീയതി അമ്മ കൊണ്ടുപോയി ഹോസ്പിറ്റലിലും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും. അപ്പോൾ ഫുഡിൻ്റെ കൂടുതൽ അമ്മ അത് കൊടുത്തു. അതിനുശേഷം ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പത്രം കൊടുക്കും. അങ്ങനെ അമ്മ കൊടുത്ത് തിരിച്ചു വന്നു. 15-ാം തീയതി ഞാൻ എൻ്റെ പത്രം കൊണ്ട് ഇറങ്ങി. പത്രം എല്ലാം കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് കൊറിയർ ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പേടിയെന്ന് പറയാൻ പറ്റില്ല, ഒരു കിട്ടുമോ ഇല്ലയോ എന്നൊരു ടെൻഷൻ, ചെറിയതായിട്ടൊരു ടെൻഷൻ വന്നു. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ പോയി മേടിക്കണം, എനിക്ക് പോകാൻ പറ്റത്തില്ല, അമ്മ തന്നെ പോയിട്ട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം അമ്മ പോകുന്നത് കാരണം ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, കൃപാസന പത്രം വായിച്ചു. വിസ എനിക്ക് 15-ാം തീയതി കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വിസ കിട്ടുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന്. 16-ാം തീയതി ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. അതേപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ ഡാൻസും കരാട്ടയൊക്കെ ചെയ്യുന്ന കാരണം അവൾക്ക് ഒരു തവണ കാലിനൊരു വേദന വന്നു. എന്നതാ പറ്റിയെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ ആദ്യം ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിരുമി കെട്ടാമെന്നൊക്കെ പറഞ്ഞു. 2 ആഴ്ച തിരുമി കെട്ടിയിട്ടും കൊച്ചിന് കാലിനൊരു വേദനയ്ക്ക് ഒരു മാറ്റം വന്നില്ല. അപ്പം എക്സ്റേ എടുക്കാൻ പോയപ്പം പറഞ്ഞു അവളുടെ ഉപ്പൂച്ചീൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്പോട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, അത് കാരണമാണ് അങ്ങനെ വരുന്നത്. അത് ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തിരുമി കെട്ടിയോണ്ടോ ഒന്നും കാര്യമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, 1.5 മാസത്തേക്ക് പ്ലാസ്റ്റർ ഇട്ട് കാലനക്കാതെ വീട്ടിലിരിക്കാൻ പറഞ്ഞു. അപ്പം കൊച്ചിൻ്റെ ആദ്യ കുർബാനയോട് അടുപ്പിച്ച് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, കാരണം അവൾക്ക് അടുപ്പിച്ച് വീട്ടിൽ 1.5 മാസം ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അപ്പം പിന്നെ സ്റ്റഡിയിൽ ലീവാണല്ലോ 2 മാസത്തേക്ക്, അപ്പം വീട്ടിലിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പം അമ്മയും ഞാനും വിചാരിച്ചു ഇനി മുതൽ ടാബ്ലറ്റ് ഒന്നും മുന്നേ എടുക്കുന്നുണ്ടായിരുന്നില്ല, ഇനി എന്തായാലും കഴിക്കുന്നില്ല, ഹോസ്പിറ്റലിലും പോകുന്നില്ല. അന്ന് മുതൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ തൈലം പുരട്ടുന്ന സമയത്ത് എൻ്റെ അനിയത്തിയുടെ കാലിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരിക്കൽ പോലും അവൾ അങ്ങനെ ഒരു വേദനയെപ്പറ്റി പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല, അവൾക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടി. അതേപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി പത്രങ്ങൾ കൊടുക്കാറുണ്ട്.
പറ്റുന്നവർക്കൊക്കെ പത്രം കൊടുക്കും. ഞങ്ങളുടെ ഇടവകയിലല്ല, കൂടുതലും ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലിലൊക്കെയാണ് കൊണ്ട് കൊടുക്കുക ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ ഞങ്ങൾ ഡയാലിസിസ് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ സ്ഥിരമായിട്ടൊരു തുക ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്ന രോഗികൾക്കൊക്കെ വരുന്ന സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് വരുന്ന മെസ്സേജുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ, ഒരുപാടൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് വെച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ കാരുണ്യപ്രവർത്തികളിൽ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും, മുന്നേ എനിക്ക് ചൊവ്വാഴ്ചയിൽ ലൈവായിട്ട് കൂടാൻ ഭയങ്കര മടിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അത് കാരണം ഇപ്പം മുതൽ ഞാൻ ലൈവിൽ ഇപ്പോൾ ഒരു 6 മാസത്തിന് മേലെയായിട്ട് ഡെയിലി ലൈവിൻ്റെ ആയിട്ട് തന്നെയാണ് കൂടുന്നത്. അതിനുശേഷം ലൈവിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഞങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. ഡെയിലി ബ്രെഡ് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. 15-ാം തീയതി രാവിലെ ഫാദർ പറയുണ്ടായി, ഇന്ന് എന്താണോ നിങ്ങൾക്ക് എന്താണോ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എനിക്ക് 15-ാം തീയതിയാണ് വിസ കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വന്നതിന് ശേഷമുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു ഒന്നര വർഷത്തോളം എനിക്ക് ഒരു തരത്തിലും വിസയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നീ പഠിപ്പ് നിർത്തിയോ, ഇനി ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയും ടെൻഷനും, ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് ദേഷ്യമൊക്കെ വരും. ഒരമ്മച്ചിമാരൊക്കെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഗവൺമെൻറ് റോഡാണ്, ഒരു കോൺക്രീറ്റ് റോഡാണ്. അതിൻ്റെ മുന്നിൽ കൂടെ ഒരമ്മച്ചി രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ചോദിക്കും എന്നാ പോകുന്നില്ലേന്ന്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. എനിക്ക് പള്ളിയിലൊക്കെ പോകാൻ ഭയങ്കര മടിയായി. പള്ളിയിൽ പോയിട്ട് വന്നാൽ തന്നെ ഞാൻ കുർബാന സ്വീകരണം കഴിഞ്ഞ് വാഴ്ത്തലും കഴിഞ്ഞ് ഉടനെ ഇറങ്ങി വീട്ടിലോട്ട് ഓടും. എനിക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് വരണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ളവരെ പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പറഞ്ഞു തന്നു നിനക്കുള്ള ടൈം ആകുമ്പോൾ എല്ലാം ശരിയാവുമെന്ന്. അതേപോലെ ഞാൻ മാതാവിൽ വിശ്വസിച്ചു. എൻ്റെ ടൈം ആവുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് അതേപോലെ ടൈം ആയി. ഞാൻ പോവാണ്. ജനുവരി ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ പോവാണ് ജർമ്മനിക്ക്. ഇത്രയാണ് എൻ്റെ സാക്ഷ്യം. അതുപോലെ ഒരു ദിവസം ഈ വിസയ്ക്ക് വെച്ചതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ സ്വപ്നത്തിൽ ജോസഫ് അച്ഛനെ കണ്ടിരുന്നു. എനിക്ക് അനുഗ്രഹം തരുന്നതായിട്ടാണ്, 2 കൈയും എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹം തരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതുവരെ ഞാൻ മാതാവിനെ ഒന്ന് കാണണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചില്ല. പക്ഷേ അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. തൊട്ട് പിറ്റേ ദിവസം എൻ്റെ മകൾ എന്നോട് കരയുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ വിസ ക്യാൻസലായിപ്പോയി എന്ന്. പക്ഷേ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം, ഞങ്ങളുടെ യോഗ്യതയാൽ ഒരു കാര്യവും നടക്കുകയില്ല എന്നാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന്. കാരണം ഈശോയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ കൃപയോടെ മാത്രമേ എന്തെങ്കിലും സാധിക്കുകയുള്ളൂ എന്ന് അന്ന് മുതൽ എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആ സ്വപ്നത്തെപ്പറ്റി മോളോട് പറഞ്ഞിട്ടില്ല, കാരണം അവൾക്കതൊരു ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് 100% ഉറപ്പായിരുന്നു, അമ്മ ഒരിക്കലും കൈവിടുകയില്ല, ഈശോ വഴി അത് സാധിച്ചു തരുമെന്ന്. ഞങ്ങൾക്ക് ഈശോ വഴി മാതാവ് സാധിച്ചു തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആർഷ. ഞാൻ UAE നിന്നാണ് വരുന്നത്. അമ്മയ്ക്കും തിരുകുമാരനും 1000 കോടി നന്ദി. 1000 കോടിയിലോ വാക്കുകളിലോ ഒന്നും നിൽക്കുന്നതല്ല നന്ദി എന്നുള്ളൊരു ഇത് അമ്മയോടും തിരുകുമാരനോടും. ഞാൻ UAE നിന്ന് ഇപ്പോൾ വന്നത് തന്നെ ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ്. 2024 ജനുവരിയിലാണ്, ജനുവരി 14-ാം തീയതിയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് എനിക്ക് ജോലിക്കും വേണ്ടിയായിരുന്നു, കാരണം എനിക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അപ്പം ജോലിക്ക് എല്ലായിടത്തും ഇൻ്റർവ്യൂവിന് പോവും, പാസ്സാകും, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. അത് എല്ലാം പാസ്സാകും, പക്ഷെ അവർ പിന്നെ ഒരു റിപ്ലൈയും ഇല്ല. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞു. മാനസികമായിട്ട് ഭയങ്കര ഇതായി ഇരുന്ന സമയത്താണ് എന്നോട് എൻ്റെ മമ്മി പറയുന്നത് ഇവിടെ ഒരു കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാനിങ്ങനെ യൂട്യൂബിൽ എനിക്ക് അച്ഛൻ്റെ ധ്യാനങ്ങളും ഓരോ ഇതും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കാൻ തുടങ്ങി. അതിനുശേഷം എന്താണ് ഉടമ്പടി എന്ന് ഞാൻ നോക്കി. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത്, ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായി നിയോഗം വെച്ചത് എന്നെ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്നായിരുന്നു. അത് എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം ഇവിടെ വന്ന് ആദ്യമേ സാക്ഷ്യം പറയാനെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ജനുവരി 14-ാം തീയതി 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ജോലിയുടെ കാര്യം പറഞ്ഞ് ഫെബ്രുവരി 8 ആയപ്പോൾ എന്നെ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ച് ഇൻ്റർവ്യൂവിന്. ഞാൻ പോയി, നോർമലി പോകുന്നതിന് കൂട്ട് തന്നെ പോയി വന്നു. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഉപ്പ്, തൈലം, തിരി ഇതെല്ലാം കിട്ടുമല്ലോ. അപ്പോൾ എനിക്കിത് കിട്ടാനുള്ള ഒരു വഴിയുമില്ല.
അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിതൊക്കെ കിട്ടാൻ എന്താണ് ഒരു വഴി, എനിക്ക് ഉപ്പും തൈലവും ഒക്കെ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ തിരിയൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ എൻ്റെ വീടിനടുത്തുനിന്ന് ഒരു കുട്ടി അവിടെ വന്നായിരുന്നു. അപ്പോൾ ആ കുട്ടി സാധാരണ ഷെയർ ചെയ്യില്ലെന്നുള്ളത് പിന്നീട് ഫാദർ ഞാൻ പറയുമ്പോഴാണ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ കുട്ടി എനിക്ക് ഷെയർ ചെയ്തു ഒരു പച്ചത്തിരിയും ഒരു നീലത്തിരിയും. അതിനുശേഷം എനിക്ക് വേറൊരാൾ വഴി, ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത ഒരു വ്യക്തി വഴി എനിക്ക് ഉപ്പും കിട്ടി. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ അപ്പം ഉപ്പിൻ്റെ ഓരോരുത്തർ പറയുന്നുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്കത് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഉപ്പും കൊണ്ടാണ് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോയത്. അന്നേരം എൻ്റെ ഹസ്ബൻഡ് ചെറുതായിട്ട് എന്നെ കളിയാക്കുന്നുണ്ട് ഈ ഉപ്പും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. കാരണം ഞങ്ങൾ ഹിന്ദുക്കളാണ്, അപ്പം നമ്മൾ നാളൊക്കെ നോക്കിക്കുന്നു ജോലി കിട്ടുമോയെന്ന്. അപ്പം 2-3 പേരെ ഫേമസ് ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ ഓൺലൈനിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു തരത്തിലും ആർഷയ്ക്ക് ജോലി കിട്ടില്ല. അഥവാ കിട്ടിയാൽ തന്നെ ഒന്നെങ്കിൽ ആർഷയുടെ നേച്ചർ അനുസരിച്ച് ആർഷ ഇട്ടിട്ട് വരും, അതല്ലെന്നുണ്ടെങ്കിൽ കമ്പനിയായിട്ട് പിരിച്ചുവിടും, ഇയാൾക്ക് കിട്ടത്തില്ല, എത്ര ശ്രമിച്ചാലും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഉപ്പുമായിട്ട് പോയപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ചെറുതായിട്ടൊന്ന് ചിരിച്ച് എന്നോട് ചോദിച്ചു ഇതൊക്കെ സാധ്യമാണോ? ഞാൻ പറഞ്ഞു സാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി. ഇൻ്റർവ്യൂവിന് കയറി മാനേജർ തുടങ്ങിയപ്പോഴേ എന്നോട് നോർമൽ ഇൻ്റർവ്യൂ അല്ലായിരുന്നു, കാരണം ഒരു സംസാരിച്ച് ഒരു വേറൊരു രീതിയായി. അപ്പോൾ എനിക്ക് തോന്നി ഇൻ്റർവ്യൂ കിട്ടത്തില്ല, ഈ ഇൻ്റർവ്യൂ എന്തായാലും കിട്ടത്തില്ല. ഞാൻ ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല ഈ ജോലി. അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ നോർമലി പോകുന്നതിൻ്റെ കൂട്ട് തന്നെയാണ്. അപ്പോൾ ഫെബ്രുവരി മന്തും കഴിഞ്ഞു. മാർച്ച് 22 ആയപ്പം മാനേജറിനെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ CEO സൗദിയിൽ നിന്ന് വരുന്നുണ്ട്, സൗദി നാഷണാലിറ്റിയാണ്, അപ്പം നേരിട്ട് കണ്ട് ഇൻ്റർവ്യൂ ചെയ്യണം, കാരണം ഫിനാൻസിലായതുകൊണ്ട് നേരിട്ട് പുള്ളിക്കാരൻ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ശരി ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അന്നേരവും ഞാൻ ഉപ്പും എല്ലാം എൻ്റെ CV-യിലും എൻ്റെ കയ്യിലും എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലും എല്ലാം ഇട്ടുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവർ പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്നപ്പോഴത്തേക്ക് അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു. 25-ാം തീയതി മാർച്ച് 25, 2024 അവിടെ ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്കങ്ങ് സന്തോഷമായിരുന്നു. ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ അമ്മയോടും എല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്ക് ആദ്യം ചെന്ന് സാക്ഷ്യം പറയണം, എനിക്ക് ഇപ്രാവശ്യം നാട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമേ സാക്ഷ്യം പറയണം, ഞാൻ അതാണ് പറഞ്ഞേക്കുന്നത് അമ്മയോട് വാക്കെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞാൽ ശരി ഓക്കെ നീ പോയി സാക്ഷ്യം പറ എന്ന് പറഞ്ഞു. അങ്ങനെ ജോലിയിൽ ഞാൻ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് അവിടെ തന്നെയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്നു, പക്ഷെ അതെല്ലാം നമ്മൾ പോലും അറിയാതെ അതെങ്ങനെയാണെന്ന് മാത്രം എനിക്കറിയത്തില്ല. ഞാൻ അമ്മയോട് മാത്രം അമ്മ ഇതിന് എന്താണ് ഒരു പരിഹാരം എന്ന് മാത്രം ചോദിച്ചാൽ മതി, എനിക്ക് ഉടനടി പരിഹാരമാണ് എല്ലാ കാര്യത്തിലും. ആ ഒരു ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സ്വാഭാവിക മനുഷ്യനല്ലേ ഞാനത് വിട്ടു കഴിഞ്ഞൊരു 2 മാസം ഇടവേളയൊക്കെ ആയപ്പോൾ ഞാൻ തന്നെ ഓർത്തു മനുഷ്യനായിട്ടുള്ളവരെല്ലാം നമുക്കുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിയുമ്പോൾ ദൈവത്തിനെ മറക്കുമല്ലോ. ഞാനും സ്വാഭാവികമായിട്ട് മറന്നു. ഞാനപ്പോൾ അമ്മയോട് മാപ്പൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ കഴിഞ്ഞ വർഷം 2025 ജാനുവരി 17-ാം തീയതി ഞാൻ ഡ്രൈവ് ചെയ്ത് തിരിച്ച് ഫ്ലാറ്റിലോട്ട് വരികയായിരുന്നു. ക്രോസ് ഇങ്ങനെ യൂട്ടേൺ ഇങ്ങനെ എടുത്തു വന്നു. എൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ പോയി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ ട്രാക്കിൽ നിന്ന് ഇങ്ങേ ട്രാക്കിലോട്ട് പോയി. UAE റൂൾ എല്ലാവർക്കും അറിയാവുന്ന, ഒരു വ്യക്തിയെ മുട്ടുകയോ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടുത്തെ ജയിലിലാണ്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ പറക്കുവാണ്. പിള്ളേരൊക്കെ ഗെയിം കളിക്കുന്നതിൻ്റെ കൂട്ട് പറന്നിങ്ങനെ പോവുകയാണ് എൻ്റെ വണ്ടി. ഞാൻ നോക്കിയപ്പോൾ ഞാൻ മുകളിലാണ്, താഴെ കൂടെ വണ്ടിയെല്ലാം ലൈൻ ബൈ ലൈനായിട്ട് പോകുന്നു. അപ്പം ഞാൻ ഓർത്ത് ഞാൻ മരിച്ചു പോയി. ഞാൻ അമ്മേന്ന് മാത്രം ഒന്ന് വിളിച്ചു. സ്റ്റിയറിംഗിൽ നിന്നും എല്ലാം കൈയെടുത്തു, ആക്സിലേറ്ററിൽ നിന്നും എല്ലാം കൈയെടുത്തു. എങ്ങനെയാണെന്ന് മാത്രം ഇന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹവും കൃപ കൊണ്ടും മാത്രമാണ്. ആ വണ്ടി ചെന്നിട്ട് അടുത്ത ഹോട്ടലിൽ ഇടിച്ചിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഡോറ് തുറക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല. ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ടിട്ട് ഡോറ് തുറക്കുക. അവസാനം അത് തുറന്നിറങ്ങി വന്നപ്പം അവിടെ ഒരു ലോക്കൽ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു ഇയാൾ ഇപ്പോഴും ജീവനോടുണ്ടോ? വണ്ടിയുടെ കണ്ടീഷൻ അതേ രീതിയാണ്, മൊത്തം പോയി. നമുക്ക് പിന്നെ ആ വണ്ടി ഒന്നിനും കൊള്ളത്തില്ല, നമ്മളത് ടോട്ടൽ ലോസിന് കൊടുക്കുമായിരുന്നു ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ കണ്ടിന്യൂസ് ഓൺലൈൻ ഉടമ്പടി എടുത്തു. കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നു 2-3 ദിവസത്തേക്ക്, പക്ഷേ എനിക്കിവിടെ വരാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ 2025 ഡിസംബർ ആകുമ്പോൾ എനിക്ക് നാട്ടിൽ വരാൻ പറ്റണേ അവധിക്ക്, വെക്കേഷന്. കാരണം എനിക്ക് കമ്പനിയിൽ നിന്ന് അവധി തരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റണേ, വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണം. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ലോണുകളുണ്ടായിരുന്നു, അപ്പോൾ അത് കുറേ കടബാധ്യതകളുള്ളതുകൊണ്ട് അത് അമ്മ 2025 ഡിസംബർ ആകുമ്പോഴത്തേക്ക് എനിക്ക് തീർത്ത് തരണേന്ന് പറഞ്ഞു. ഞങ്ങൾ നവംബർ 23-ാം തീയതി UAE നിന്ന് ഇവിടെ വന്നു. പക്ഷേ ലോണിനുള്ള ഒരു പൈസയും നമ്മുടെ കയ്യിലില്ലായിരുന്നു. എങ്ങനെയെന്ന് മാത്രം അറിയത്തില്ല. നമ്മൾ ഏതോ ഒരു ലോണിന് കുറച്ച് പൈസ അടച്ചു, ബാക്കി എല്ലാ ലോണും നമ്മുടെ ക്ലോസായി. നമ്മൾ ലോൺ അടച്ച അതേ പൈസ തന്നെ ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അതെങ്ങനെയാണെന്ന് മാത്രം എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു തിരിച്ചതപ്പോൾ ഞാൻ അമ്മയോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, അമ്മ ഡിസംബറിൽ വരുമ്പം എൻ്റെ ലോൺ ക്ലോസ് ചെയ്ത് തരണം, എല്ലാ ബാധ്യതകളും തീർത്ത് തരണം.
അന്നേരം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു എല്ലാം തീർത്തു തന്നു. ഞാൻ പറഞ്ഞു എനിക്കിനി അമ്മയോട് ഒന്നും ചോദിക്കാനില്ല, എല്ലാം എനിക്ക് സാധിച്ചു തന്നു, മനുഷ്യനാൽ അസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. കാരണം എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഒന്നുമല്ല, അമ്മയുടെ കൃപയാലാണ് എനിക്ക് ഇന്നും ഞാൻ ഈ ആൾത്താരെ ജീവനോടെ നിൽക്കുന്നത് തന്നെ. ഞാനിപ്പോൾ യു എയിൽ നിന്ന് വന്ന് തന്നെ സാക്ഷ്യം പറയാനും വേണ്ടിയാണ്. ഇതോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടുത്തെ പത്രം എനിക്ക് ആദ്യമേ കിട്ടാൻ ഒരു വഴിയില്ലായിരുന്നു. അപ്പം നമ്മൾ ആദ്യമേ ഒരു കൃപാസന ഗ്രൂപ്പ്, കുവൈറ്റ് എന്നുള്ളൊരു ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിലുള്ള ആളുകൾ ഓൺലൈൻ ആയിട്ട് എനിക്ക് പത്രത്തിൻ്റെ ഇത് അയച്ചു തന്നു. ഞാനത് അവിടെ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പള്ളികളിൽ കൊടുത്ത്. അപ്പോൾ അവരൊക്കെ ആദ്യമേ എന്നെ കളിയാക്കി. എന്നോട് ചോദിച്ചു ഹിന്ദുവാണോ, കാര്യം സാധിച്ചോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എന്നിട്ട് ചിലർ വാങ്ങിച്ചില്ല. അപ്പോൾ ഞാനും എൻ്റെ മൂത്ത മകനോട് പത്രം കൊടുക്കാൻ പോയത്. അപ്പോൾ മാം പറഞ്ഞു അമ്മ എല്ലാവരും വാങ്ങിക്കും. ഞാൻ പറഞ്ഞു വാങ്ങിക്കും, നീ വിഷമിക്കായിരിക്കും. അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞു അമ്മ എൻ്റെ ഇരിക്കുന്ന പത്രം ഒരെണ്ണം പോലും അധികം വരല്ലേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാവരും വാങ്ങിച്ച് അവസാനം എനിക്ക് കൊടുക്കാൻ പത്രമില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ കാണുന്ന യൂട്യൂബിൽ കാണുന്ന സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാം ഓൺലൈനിൽ ഷെയർ ചെയ്യും. അന്നേരം എല്ലാം എന്നെ കളിയാക്കിയിട്ടുണ്ട് കൂട്ടുകാർ. ഹിന്ദുക്കളുടെ ഇതിൽ ഇഷ്ടം പോലെ ദൈവങ്ങളില്ലേ, എന്തിനാണ് നീ ഇതിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ച് എന്നെ കളിയാക്കിയിട്ടുണ്ട്, എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ഇവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് ഈ ജോലി കിട്ടിയത്, ഞാൻ ഇനിയും ഷെയർ ചെയ്യും. ഈ പറഞ്ഞവർക്കൊന്നും ഞാൻ പിന്നെ ഷെയർ ചെയ്യാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ തന്നെ ചോദിച്ച് എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നമുക്കറിയാം, നമുക്കിവിടെ ഓൺലൈനായിട്ട് എല്ലാവരും സഹായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അറിയാവുന്നവർ ഇപ്പം നമ്മളോട് സഹായമൊക്കെ ചോദിച്ചാൽ അന്നേരം നമ്മളവർക്ക് അസുഖബാധിതരായിട്ടുള്ളവർക്കും എല്ലാം നമ്മൾ കൊടുക്കും. പിന്നെ ഫുഡ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു, ആഹാരത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തത്. മെയിനായിട്ട് ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുകയാണ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് എനിക്ക് ഓഫീസിൽ കിട്ടിയാലും എവിടെ കിട്ടിയാലും, ഓഫീസിലാണേലും എൻ്റെ കൂടെയുള്ള ഹിന്ദുക്കളൊക്കെ അവരൊക്കെ എന്നെ കളിയാക്കും. അവരൊക്കെ എന്നോട് പറയും നീ എപ്പോഴും ഇത് കൃപാസനം എന്നും പറഞ്ഞിട്ട് ഇരിക്കുവാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞിരുന്നവരോട് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും, അത് യൂട്യൂബിൽ വരും, നിങ്ങളത് കാണും, അന്നേരം നിങ്ങൾ അറിയൂ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താണെന്നുള്ളത്. അത് ഈ മൈക്കിൽ കൂടെ പറഞ്ഞാലോ ഒന്നും തീരത്തില്ല അനുഗ്രഹങ്ങൾ. കാരണം ഒരു വട്ടം അമ്മ അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അനുഗ്രഹങ്ങളുടെ പെരുമഴയായിരിക്കും അമ്മയുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ, എന്ത് കാര്യത്തിനാണേലും. കാരണം അവിടെ നമ്മൾ ഓൺലൈൻ ഗ്രൂപ്പിൽ കൃപാസനത്തിൻ്റെ അഖണ്ഡ ജപമാലയിലും എല്ലാം ഞാൻ പങ്കെടുക്കും. എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പങ്കെടുക്കും. ഇതൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മത്തായിയുടെ മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് വിനിത, ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നും. ഇതെൻ്റെ മകൾ ഹെന്ന, ഇതെൻ്റെ ഭർത്താവ് പോളി. ഞാൻ ആദ്യമായി ഒരു 4 വർഷം മുമ്പാണ് ഇവിടെ വന്നത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസമില്ലാതെ ഞാനിവിടെ ആദ്യം വന്നത്. അങ്ങനെ ഞാനിവിടെ വന്ന് തിരിച്ചു പോയി. വീണ്ടും ഞാൻ 2023 ഇവിടെ വന്നു. അന്ന് എൻ്റെ മകൾ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് അവൾക്ക് നിർബന്ധമായിട്ട് ഉടമ്പടി എടുക്കണമെന്നുള്ളത് വാശി പിടിച്ചിട്ടാണ് ഇവിടെ വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വാശിക്ക് പോരുന്ന വഴിക്ക് മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല. കാരണം എനിക്ക് അത്രത്തോളം പേടി ഉണ്ടായിരുന്നു. പിന്നെ എന്താവുമെന്ന് അറിയില്ല ഉടമ്പടി എടുത്താൽ. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എത്രയേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഒരു വിളി വന്നു. എൻ്റെ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. അങ്ങനെ അപ്പച്ചൻ്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചു, നിങ്ങൾ തിരിച്ചു പോരെയെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു, ടോക്കൺ എടുത്തു. ഉടമ്പടി എടുക്കാനായിട്ട് മോളിൽ കയറി കഴിഞ്ഞിട്ടും ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. തിരിച്ചിറങ്ങിപ്പോന്നു, പത്രം തിരിച്ചു കൊടുത്ത് വീട്ടിൽ പോയി. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനിവിടെ വരുന്നത് 2025 മെയ് 22-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. അതും മോളുടെ എക്സാം പാസ്സായി, അവൾക്ക് പോകാൻ സാധിക്കണില്ല ജർമ്മനിയിലേക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ആരും പറയുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ മാതാവാണെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഇത് ഉടമ്പടി എടുത്താലേ ശരിയാവുള്ളൂ, നീ കൃപാസനത്തിൽ പോകുന്നു. അങ്ങനെ ഞാനൊന്നും നോക്കിയില്ല, 2 ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നു. മെയ് 22-ാം തീയതി ഇവിടെ വന്നു, ഉടമ്പടി എടുത്ത് 6 നിയോഗം വെച്ചു. അതിൽ മോളുടെ ജർമ്മനി പോകുന്ന കാര്യം ഒഴികെ ബാക്കിയെല്ലാം ദൈവം അനുഗ്രഹിച്ച് സാധിച്ചു കിട്ടി. പിന്നീട് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു ഏജൻസിയിൽ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ ഒരു 2 ലക്ഷം രൂപ മേലെ കൊടുത്തു. ഒന്നും ശരിയായില്ല അവളുടെ പോക്കിൻ്റെ കാര്യങ്ങൾ. ഇൻ്റർവ്യൂ തരാമെന്ന് പറയും, തരില്ല. 15 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, ഇല്ല. പൈസ ചോദിച്ചു, പിന്നെ തരാം എന്നുള്ള മറുപടി മാത്രമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി, അങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി ഓഗസ്റ്റ് 22-ാം തീയതി തീരും. ഓഗസ്റ്റ് 21-ാം തീയതി ആ സാറ് വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ പോരെ, നിങ്ങളുടെ പൈസ റെഡി ആയിട്ടുണ്ട്, പൈസ തരാമെന്ന്. അങ്ങനെ പൈസ കിട്ടി. പിന്നീട് എനിക്കുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 22 വർഷത്തോളമായി എൻ്റെ തണ്ടലിൻ്റെ അവിടെ ഒരു നട്ടലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു മുഴയല്ല കുരുവാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അങ്ങനെ ഒരു സംഭവം വരും. എന്നും അത് ആശുപത്രിയിൽ പോവും, കീറും, സ്റ്റിച്ചിടും. ഒരു 6 തവണയോളം അവിടെ അങ്ങനെ കീറി സ്റ്റിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത്
ഈ കുരു വന്നു കഴിയുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഇതിങ്ങനെ കീറി സ്റ്റിച്ചിട്ടിട്ട് കാര്യമില്ല, ഇത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മൊത്തം വേരോടുകൂടി ഇതിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഉള്ളിലുണ്ട്, അതൊക്കെ എടുത്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. ദൈവമേ എന്ത് ചെയ്യും, ഇനി 2-3 മാസം റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് പറയണത്, എന്ത് ചെയ്യുന്നുള്ള ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഞാൻ കൃപാസനത്തിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ അസുഖമുള്ളൊരു കുട്ടി മാതാവിൻ്റെ ഉപ്പ് കലക്കി വെള്ളം കുടിച്ചു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആ കുട്ടിയുടെ ഇതുപോലെ ഉണ്ടായ സംഭവം പൊട്ടി പുറത്തേക്ക് പോന്നു, ഓപ്പറേഷൻ വേണ്ടി വന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വായിച്ചതിൽ നിന്ന്. അപ്പം ഞാൻ അതുപോലെ ചെയ്തു, പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ കുരു പൊട്ടി എന്നുള്ളതാണ്. കുരു പൊട്ടിയിട്ട് ബ്ലഡാണ് കൂടുതലും വന്നത്, കുറേ ബ്ലഡ് പോയി, ഒത്തിരി പഴുപ്പും ബ്ലഡൊക്കെ പോയി. ഒരു 3 ദിവസത്തോളം അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് മുറിവിൻ്റെ മരുന്നൊക്കെ പുരട്ടി അത് പൂർത്തീകരിച്ച് ഉണങ്ങി. ഇപ്പോൾ എനിക്ക് അവിടെ യാതൊരു വിധ പാട് പോലും ഇല്ല എന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് എൻ്റെ മകൾക്കാണ്. ഭാഗ്യത്തെ മകൾ പറഞ്ഞോളൂ. എൻ്റെ പേര് ഹെന്ന, ഞാൻ കുഴൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി കേൾക്കുന്നത്. അതും എൻ്റെ റൂംമേറ്റ് വഴിയായിട്ടാണ്. ആൾ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചാണ് ഞാൻ അമ്മേനെ കൊണ്ട് വന്നത്. അന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വന്നു, ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ ജർമ്മനി പോകുന്ന ഒരു കാര്യവും ശരിയാവുന്നില്ല. ഏകദേശം 5-4 ഏജൻസിയോളം ഞങ്ങൾ കൊടുത്തു. പൈസ പോവാന്നല്ലാണ്ട് വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെയിൽ കൊടുത്തു. അന്നാണ് ഞങ്ങളുടെ ഒക്ടോബർ മാസമാണ് ഞാൻ കൊടുത്തത്. ഒക്ടോബർ മാസം ജപമാല മാസം ഞങ്ങളുടെ പള്ളിയിൽ 21-ാം തീയതി കൊന്ത തുടങ്ങിയായിരുന്നു. അന്ന് ഞാൻ കൃപാസന മാതാവിനോട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ഒക്ടോബർ 31-ാം തീയതിക്കുള്ളിൽ എനിക്ക് VFSൻ്റെ ഡേറ്റ് കിട്ടണം. വിസയ്ക്ക് വെക്കാൻ എനിക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒക്ടോബർ 24-ാം തീയതി അമ്മ മാതാവ് സഹായിച്ച് എനിക്ക് VFSന് ഡേറ്റ് കിട്ടി. നവംബർ 12-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു. എനിക്ക് ഇന്നലെയാണ് വിസ വന്നത്. ഞാൻ മാതാവിനെയാണ് ആദ്യം വിസ കാണിച്ചത്. ഞാൻ വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടേ ഞാൻ വേറെ ആരുടെ അടുത്തും പറയുള്ളൂ എന്ന്. ഇന്നലെ വന്നു, ഇന്നിപ്പോൾ ഇവിടെ വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ വിസയ്ക്ക് വെച്ചപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ തൈലം പുരട്ടി ഉപ്പ് വെതറി, എന്നിട്ടാണ് ഞാൻ വിസയ്ക്ക് വെച്ചത്. അതുപോലെ തന്നെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് വിസ വന്നത്. ഞാൻ ഈ ജാനുവരി 1-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. അമ്മ മാതാവും ഈശോപ്പച്ചൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം കുറേ കൊടുത്തിട്ടാണ് ശരിയാവാണ്ടിരുന്നത്. അവസാനം മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് മാതാവ് തന്നത്. ഇനി ഞാൻ എൻ്റെ അപ്പച്ചനെ കൊടുക്കാം. എൻ്റെ പേര് പോളി. എനിക്ക് തണ്ടവേദനയായിരുന്നു. ഒരു 15 വർഷം മുന്നേ തണ്ടവേദന തുടങ്ങിയതാണ്. അപ്പം അന്നാണ് ഇവിടെ ഇവർ ഈ പറഞ്ഞ കാര്യം ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ്, ഇവരെ ഞാൻ കാറിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് പോകുമ്പോഴേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ ഇവിടേക്ക് വിളിക്കരുത്, എനിക്ക് പറ്റണില്ല, വണ്ടിയിൽ പോകുമ്പോൾ തണ്ടവേദന എടുക്കും. അങ്ങനെ പോയി. പിന്നെ പള്ളിയിൽ ദിവസം പള്ളിയിൽ പോവും, കുർബാന സ്വീകരിക്കും. അപ്പോൾ ജപമാലയുടെ അഖണ്ഡ ജപമാലയുടെ കേസിന് ഞങ്ങളുടെ അടുത്തോട് ചേട്ടൻ പറഞ്ഞു, വണ്ടി പോകുന്നുണ്ട്, പോളി നീ പോരുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ആ ചേട്ടൻ്റെ അടുത്തോട് ഞാനില്ല, കാരണം എനിക്ക് തണ്ടവേദനയാണ്, എനിക്ക് പറ്റില്ല, ഞാൻ അയലക്കത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ദിവസം പള്ളിയിൽ പോവും, കുർബാന കാണും, പണിക്ക് പോവും. അപ്പോൾ തണ്ടൽവേദന വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര തണ്ടൽവേദന, കുഴമ്പിടും, എങ്ങനെയൊക്കെയായിരുന്നു പരിപാടി. അപ്പോൾ എന്തോ മാതാവ് എന്നെ വിളിക്കണ മാതിരി എനിക്ക് തോന്നി. ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഈ ചേട്ടനവിടെ നിൽക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടന് 3 സീറ്റ് ഞങ്ങളുണ്ട് എന്നും പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോന്നു. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്ത്, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ചേട്ടൻ ഈ തണ്ടൽവേദനയാണ്, ഞാൻ ഉണ്ടാവില്ല എന്നുള്ള പുള്ളിയും പറഞ്ഞു, ശരിയാണ്, നീ വരണ്ട, അവിടെ തിരക്കായിരിക്കുള്ളൂ, നിന്നെക്കൊണ്ട് പറ്റില്ല. ഇത് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു തോറ്റം പോലെ ഞാൻ തന്നെ ചെന്ന് പറയാണ്, അത് മാതാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ചേട്ടൻ ഒരു 3 സീറ്റ്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചില്ല, അത് നിന്നോട് ചോദിച്ചപ്പോൾ തണ്ടലേനാണെന്നുള്ള പറഞ്ഞായിരുന്നേ എന്ന് പുള്ളി ചോദിച്ചില്ലാനും. അങ്ങനെ ഇവിടെ വന്ന് 2 കിലോമീറ്റർ അകലിന് വണ്ടി നിർത്തി ഞങ്ങൾ. അവിടെ നിന്ന് നടന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് കൊന്ത ചൊല്ലി നടന്നിട്ട് അവിടെ വരെയും അറിഞ്ഞു പോലുമില്ല, എങ്ങനെ എത്തിയെന്ന് പോലും അറിയില്ല. അങ്ങനെ ഭയങ്കര അനുഗ്രഹമുണ്ട്. ഇപ്പോൾ തണ്ടലേനൊക്കെ കുറവായി, വളരെയധികം മാറ്റമുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. മാതാവിന് നന്ദി പറയുന്നു. അതിന് പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യണത് പത്രം ടൗണുകളിലും മാള ബസ് സ്റ്റാൻഡിലും. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പത്രം കൊടുക്കുന്ന സമയത്ത് മാതാവിനോട് പറയും, മാതാവേ ഈ പത്രം അർഹതയുള്ള കൈകളിൽ എത്തണം, അതിനുള്ള ആളുകളെ എനിക്ക് മാതാവ് കാണിച്ചു തരണം. ഈ പത്രം വായിക്കുമ്പോൾ അവരുടെ
നിയോഗങ്ങൾ മാതാവ് ഏറ്റെടുക്കുകയും ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കണത്. ഈ പത്രം കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നവരോട് ഞാൻ പറയും, വേണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് തന്നേരും. മാത്രമല്ല, നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പത്രം വാങ്ങിക്കാവൂ, അല്ലെങ്കിൽ വാങ്ങിക്കരുത്. വായിക്കാതിരുന്നിട്ട് പിന്നെ ഇത് വാങ്ങിച്ചിട്ട് കാര്യമില്ല, വായിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് പൈസ കൊടുക്കാറുണ്ട്. ഒപ്പം ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കാറുണ്ട്, ദശാംശം കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉടമ്പടിയിൽ ആയിരുന്നപ്പോൾ മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും പള്ളി പോവാതിരിക്കുകയോ കുമ്പസാരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. പള്ളിയിൽ പോയില്ലെങ്കിൽ അതിലേറെ വിഷമം. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ജീവിതം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച വെറുതെ പള്ളിയിൽ പോരും. പിന്നെ പോണത് കൊല്ലത്തിൽ 10 ദിവസത്തെ കൊന്തയ്ക്ക് മുടങ്ങാതെ പള്ളിയിൽ പോവും. പിന്നെ ഈ പറഞ്ഞ പോലെ മാതാവിൻ്റെ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ 10 ദിവസത്തെ നവനാളുണ്ടാവും, അതിന് പോവും. അങ്ങനെയൊക്കെ പള്ളിയിൽ പോയിട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് ഒരു ദിവസം പോലും പള്ളിയിൽ പോവാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ കൊച്ചിൻ്റെ വിസ വരാതായിരിക്കുന്ന സമയത്തും എപ്പോഴും ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കുക. മാതാവ് വിസയ്ക്ക് അനുസൃതമായിട്ടൊരു വചനം കാണിച്ച് തന്നേക്കണേന്നും പ്രാർത്ഥിച്ചാണ് ബൈബിൾ തുറക്കാറ്. അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഭയം കൂടാതെ സാക്ഷി നൽകാൻ. ഞാൻ ഒത്തിരി ദിവസമായി പ്രാർത്ഥിച്ചു ഒരുങ്ങണം ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. ഇവൾ 12-ാം തീയതി വിസയ്ക്ക് വെച്ചു. 19-ാം തീയതി ഞാൻ എൻ്റെ നിയോഗങ്ങളും എൻ്റെ സാക്ഷ്യത്തിനുള്ള കാര്യങ്ങളും ഞാൻ എഴുതി വെക്കുകയാണ് ചെയ്തത് വീട്ടിൽ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മ മാതാവ് തരുമെന്ന്. അതിപ്പോൾ നിറവേറിയിട്ടുണ്ട്. മാതാവിന് ഞാൻ നവംബർ 30-ാം തീയതി ഞാനിവിടെ വന്ന് പോയായിരുന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇനി കൊച്ചിൻ്റെ വിസയും പാസ്പോർട്ടുമായിട്ട് ഞാനിവിടെ വരുള്ളൂ. മാത്രമല്ല, ഇത് മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വിസ കിട്ടിയെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയുള്ളൂ എന്ന് മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇന്നലെ വിസ കിട്ടി. ഇന്ന് രാവിലെ വെളുപ്പിന് 2:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തി മാതാവിന് നന്ദി പറഞ്ഞത്. ഇനി ഞാനും എൻ്റെ കുടുംബവും ഇപ്പോഴും മാതാവിൻ്റെ മുമ്പിൽ വെറും നഴ്സറി കുട്ടികൾ മാത്രമാണ്. കാരണം ഞങ്ങൾക്കൊന്നും അറിയില്ല. മാതാവിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മീയ വളർച്ച മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം മാതാവിൻ്റെയും ഈശോപ്പച്ചൻ്റെയും കരം പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. യേശുവെ സ്തുതി, യേശുവെ ആരാധന. എൻ്റെ പേര് പ്രിൻസ് മോൻ ജോസഫ്. ഇതെൻ്റെ മമ്മിയാണ്. മമ്മിയുടെ പേര് ലിനി സോഫിച്ചാൻ. ഞങ്ങൾ കോട്ടയം കറുകച്ചാലിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം എന്നാന്ന് വെച്ചാൽ, എനിക്ക് UK NHSൽ വർക്ക് വിസ കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ 2022 UK സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നത്. അങ്ങനെ 2022 സ്റ്റുഡൻറ്റ് വിസയിൽ പോയി അവിടെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. അത് കഴിഞ്ഞ് എനിക്കവിടെ ഒരു NHS തന്നെ ആദ്യം ജോലി കിട്ടി. ആ NHSൽ ഞാൻ തുടർന്ന് ജോലി ചെയ്തു. എൻ്റെ വിസ തീരെ ഒരു 6 മാസം ഇരിക്കുക. ഞാൻ അവരോട് വിസയുടെ കാര്യം ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, പുതിയ നിയമത്തിൻ്റെ ഇത് വെച്ച് നീ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിനക്ക് വിസ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് മമ്മിയോട് പറഞ്ഞു, മമ്മി ഇവരിങ്ങനെയാണ് പറയുന്നത്, എനിക്ക് വിസ തരത്തില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസംബറിലേക്ക് തിരിച്ച് കയറി വരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പായും ഉണ്ടായിരുന്നു. പപ്പായനോട് പറഞ്ഞു, എടാ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓരോ ആപ്ലിക്കേഷൻസൊക്കെ വിടാൻ തുടങ്ങി. അങ്ങനെ ഒരു NHSൽ നിന്ന് എനിക്ക് ആദ്യം 2 NHSൽ ഞാൻ ഷോർട്ട് ലിസ്റ്റഡായി. അത് കഴിഞ്ഞ് ഒരു NHSൽ നിന്ന് എന്നെ വിളിച്ചു. ആ NHSൽ ഞാൻ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു, ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെയ്തു വന്നപ്പോൾ ഷെയർ കോഡ് കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിൻ്റെ വിസ ജനുവരിയിൽ 3-ാം തീയതി കൊണ്ട് തീരും. അന്ന് വെച്ചാൽ ഡിസംബർ വരെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിനക്കൊരു നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ നിനക്ക് 2 ഇയർ NHS എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, എടാ അഖണ്ഡ ജവമാല റാലി വരുന്നുണ്ട്, ഞാൻ ആ ജവമാല റാലിക്ക് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാം, നീ ഒന്നും പേടിക്കേണ്ട, നീ എന്തായാലും വിശ്വസിച്ച് നിൻ്റെ പ്രാർത്ഥന തുടർന്നോളാം പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഒരു വിശുദ്ധ കുർബാനയും മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനയും ഞാൻ വൈകിട്ട് ചൊല്ലാറുണ്ടായിരുന്നു, കൊന്തയും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ലണ്ടനിലെ ഒരു NHSലും ഞാൻ ഷോർട്ട് ലിസ്റ്റഡായി. ആ NHSൽ അവർ 3 മാസത്തേനാണ് ആ ലിസ്റ്റ് ഇടുക എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ എനിക്കത് വന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ കൊണ്ട് എൻ്റെ വിസ തീരുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന NHSലാണെങ്കിൽ എനിക്കറിയാം അവിടുത്തെ പ്രോസസ്സ്
വളരെ സ്ലോ ആണ്. ഒരു 5 മാസം എടുത്തിട്ടാണ് ഞാൻ ആ NHS കയറിയത്. അപ്പോൾ ഇവിടെ ആണെങ്കിലും അതുപോലെ പ്രോസസ്സാണെങ്കിൽ എനിക്ക് ഒരിക്കലും അവിടെ കയറാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അവരാണെങ്കിൽ 3 മാസം ആ ലിസ്റ്റ് ഇടത്തുള്ളൂ. ഞാൻ ഇത് മമ്മിയോട് പറഞ്ഞു. അപ്പം എനിക്ക് ആദ്യം കിട്ടിയ ആ NHS നിന്ന് അവർ ആപ്ലിക്കേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് പകുതി വരെ എത്തി നിൽക്കുകയായിരുന്നു. അന്നേരമാണ് അവർ എനിക്ക് എൻ്റെ വിസ കിട്ടത്തില്ല, കാരണം ഇത് കാരണമാണ് എന്ന് വെച്ചാൽ ജനുവരിയിൽ എൻ്റെ വിസ തീരുമല്ലോ, അതുകൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മമ്മിയോട് അത് പറഞ്ഞു. മമ്മി എന്തായാലും ഇവിടെ അഗണജപമാല റാലിക്ക് വന്നപ്പം ഒരു നിയോഗം എഴുതിക്കൊണ്ടാണ് വന്നത്. എൻ്റെ മകനെ ലണ്ടനിലെ NHS തന്നെ കിട്ടണമെന്ന്. പക്ഷേ അവിടുന്ന് എൻ്റെ പ്രോസസ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി മറ്റേ NHS അവർ സ്റ്റാർട്ട് ചെയ്ത്, ഇവരാണ് എന്നെ വിളിച്ചിട്ട് പോലും ഇല്ല. പിന്നെ മമ്മി നിനക്ക് ആ ലണ്ടനിലെ NHS തന്നെ കിട്ടും, നീ എന്തായാലും വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ തുടർന്നു. എന്താണെങ്കിലും അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോട് പറഞ്ഞു, എടാ നീ NHS മാത്രം നോക്കാതെ വല്ല കെയർ ഹോമൊക്കെ നോക്ക്, അങ്ങനെയാണെങ്കിൽ നിനക്ക് വിസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കെയർ ഹോമിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. എല്ലാവരും എനിക്ക് ജോലി തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആരും എനിക്ക് വിസ തരാമെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ് ഏജൻസികളെ മുട്ടി നോക്കി. അവരൊക്കെ ആണെങ്കിൽ 10-20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതുമാത്രമല്ല അവിടുത്തെ പുതിയ നിയമം വെച്ചിട്ടാണെങ്കിൽ 3 മാസം നമ്മൾ ഒരു എംപ്ലോയറുടെ അടിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ വിസ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്കാണെങ്കിൽ കറക്റ്റ് 3 മാസമേ ഉള്ളൂ. അതാണെങ്കിൽ ഇപ്പോൾ ഒക്ടോബർ മാസം കഴിയുകയും ചെയ്തു. ഇനിയിപ്പം 2 മാസവും കൂടെ ഉള്ളൂ. അപ്പം അവർ ഏജൻസിക്കാർ പോലും റെഡി ആവുന്നില്ല. ഒരു ഏജൻസി പറഞ്ഞു, നീ നിൻ്റെ റിസ്കിൽ ഒരു FLR അടിച്ച് വിസയൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ FLR അടിച്ചെടുക്കണമെങ്കിൽ തന്നെ അതിന് ഒരു 5 ലക്ഷം രൂപ ചിലവാണ്. അതല്ലാതെ വിസയ്ക്ക് പിന്നെ ഞാൻ ഒരു 10-15 ലക്ഷം രൂപ കൊടുക്കണം. വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മി ഒരു 10-22 ലക്ഷം രൂപയാവും ഇതിങ്ങനെ വിസ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണം, ഒന്നാമത് എഡ്യൂക്കേഷൻ ലോൺ അടച്ചങ്ങോട്ട് തീർത്തേ ഉള്ളൂ, ഇനി അടുത്ത പിന്നെയും കടമെടുത്ത് നീ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ വേണമെന്ന് എന്നോട് ചോദിച്ചു. എന്നാലും ഞാനന്ന് തിരിച്ചു വന്നിട്ട് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും അന്ന് അതെടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ NHS പോയി. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്നോടൊരു കെയർ ഹോം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ അവിടെ കയറാൻ പോവുകയാണ്, ഞാൻ എന്തായാലും ഇവിടെ റെസിഗ്നേഷൻ കൊടുക്കുകയെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, വാക്കാ പറഞ്ഞാൽ പോരാ, ഒഫീഷ്യലി നീ റെസിഗ്നേഷൻ തരണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലി റെസിഗ്നേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ വൈകിട്ട് പ്രാർത്ഥിച്ചപ്പം ഒരു കുർബാനയും കൊന്തയും ചൊല്ലി മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാതാവേ ഞാൻ എത്ര നാളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഞങ്ങൾ 2019 ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അതിൻ്റെ അകത്തെല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്, പക്ഷേ നീ എല്ലാം തരുന്നുണ്ട്, ഒന്നും അനുഭവം ഇപ്പോൾ NHS ആണെങ്കിലും ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നുണ്ട്, പക്ഷേ ഒരിടത്തുനിന്നും എനിക്ക് വിസ വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ നാളെ എൻ്റെ ഈ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ടെന്നുള്ളതിന് നാളെ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതുപോലെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റു. ലോങ് ഡേ ഷിഫ്റ്റാണ്. അപ്പോൾ ഹാൻഡ് ഓവറിന് കയറുന്നതിന് മുമ്പ് മാനേജർക്ക് പോയി റെസിഗ്നേഷൻ കൊടുത്തിട്ട് കയറാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ മമ്മിയെ വിളിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഒരു 6:50 എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേന് എനിക്ക് ആ ലണ്ടനിലെ NHS എനിക്കൊരു മെയിൽ വന്ന് കിടക്കുവാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ NHS എടുക്കാം, അടുത്ത 1-2 ദിവസത്തിനാവും ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഇട്ട് തരും, ഇപ്പം നിൽക്കുന്ന ജോലിയിൽ നിന്ന് റെസിഗ്നേഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞാണ് അവിടെ വന്ന് നിന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി, ഞാൻ തലേദിവസം പ്രാർത്ഥിച്ച് എനിക്കൊരു അടയാളം കാണിച്ചു തരാനാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും അവിടുന്ന് വിസ കിട്ടുമെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു. മമ്മി പ്രാർത്ഥന മുടക്കേണ്ട, മമ്മി തുടർന്ന് പ്രാർത്ഥിച്ചോ, എനിക്ക് അവിടുന്ന് ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്, അവർ ഓഫർ ലെറ്റർ അടുത്ത ദിവസം ഇട്ട് തരാമെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ആ കെയർ ഹോമിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെൻ്റെ പ്രോസസ്സ് നിർത്തി വെച്ചോ. അവരെന്നോട് പറഞ്ഞത് നവംബർ അവസാനം വന്ന് ജോയിൻ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രോസസ്സ് നിർത്തി വെച്ചോളൂ, എനിക്ക് അത്രയും പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞത്ര. അപ്പോൾ ഇപ്പോൾ ഒരു NHS എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ എന്തായാലും ജോയിൻ ചെയ്യുക, ഇനിയിപ്പോൾ അത് നടന്നില്ലെങ്കിൽ നമുക്ക് ടൈം ഉണ്ടല്ലോ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ, അപ്പോൾ അന്നേരം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ പോയി എന്തായാലും എനിക്ക് അവരാദ്യം കണ്ടീഷൻ ഓഫർ ലെറ്റർ ഇട്ട് തന്നപ്പോൾ അതിൻ്റെ അകത്ത് ID ചെക്ക് നടത്താനുണ്ടായിരുന്നു. ആ ID ചെക്ക് നടത്തിയപ്പോഴത്തേന് അവരെനിക്കൊരു ലിങ്കാണ് ഇട്ട് തന്നത്. ആ ലിങ്കിൽ കൂടെ കയറി ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേന് എനിക്ക് അത് നടക്കുന്നില്ല. കാരണം നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിന് NFC ഇല്ല, ബ്രിട്ടീഷ് പാസ്പോർട്ടിനാണ്. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തു. പക്ഷേ BRP ആണെങ്കിൽ ഇപ്പോൾ EVC ആക്കി. അപ്പോൾ എനിക്കൊരു രീതിയിലും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അവരാണെങ്കിൽ എനിക്ക് എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും വഴി ഇത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫേസ് ടു ഫേസ് ഒരു ഇത് വെക്കാം, നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച എനിക്കൊരു സ്ലോട്ട് കിട്ടി. ഞാൻ അവിടെ ചെന്നു. അവിടെ എവിടെയാണെങ്കിലും ഞാൻ പോകുമ്പോൾ ഈ മാതാവിൻ്റെ ലോക്കറ്റും ഉപ്പുമായിട്ടേ പോകത്തുള്ളൂ. അത് ഇൻ്റർവ്യൂവിനാണെങ്കിലും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ മാതാവിൻ്റെ ലോക്കറ്റും ഞാൻ ഈ കൊന്തയിട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഇൻ്റർവ്യൂവിന് കയറുമ്പോഴെല്ലാം ഞാൻ ഈ ഉപ്പ് ഇട്ടിട്ടേ പോകത്തുള്ളൂ. അത് ഏതൊക്കെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ടുണ്ട്, ആ ഇൻ്റർവ്യൂ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഇവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ചിട്ട് പോയി. അപ്പോൾ എന്നെക്കാളും മുമ്പേ ഒരു ആഫ്രിക്കക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ ഡോക്യുമെൻറ്റ്സ് മേടിച്ചു. തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരി വിസയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 2027 വരെ വിസ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വിസ തരത്തില്ലെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇനി 1.5 മാസം കൂടി ഉള്ളൂ. എൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങി. ഞാൻ 50 ദിവസവും 49 ദിവസവും എണ്ണിക്കൊണ്ടിരിക്കുക തിരിച്ചു വരാനുള്ള. അപ്പോഴത്തേന് അവരോട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ചിട്ട് പോയി. ഞാൻ തിരിച്ച് വന്നപ്പോൾ അവരോട് ചോദിച്ചു, എൻ്റെ ഡോക്യുമെൻറ്റ്സ് ID ചെക്ക് കഴിഞ്ഞു, ഇനിയിപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അതുകൊണ്ട് അപ്പോൾ വിസയുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രയും സമയമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളത് കണ്ടായിരുന്നു, നിങ്ങൾക്ക് വിസ വേണമെന്ന്
ചെയ്യാവുന്നത്, നിങ്ങൾ എന്തായാലും HR ഫോളോ അപ്പ് നടത്ത്. അന്നേരം അവരതിൻ്റെ ബാക്കി പ്രോസസ്സ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഞാൻ HR മെയിൽ വിടാൻ വേണ്ടി നമ്മുടെ ഒരു കൂട്ടുകാരനെ ബന്ധപ്പെട്ടു. അവൻ പറഞ്ഞടാ കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്തിട്ട് നിനക്കറിയാമല്ലോ നീ ഒരു NHS വർക്ക് ചെയ്തപ്പോൾ എത്ര നാളെടുത്തെന്ന്. ആദ്യം പോലീസ് വെരിഫിക്കേഷൻ കിടക്കുന്നു, ID ചെക്ക് കിടക്കുന്നു, വാക്സിനേഷൻ കിടക്കുന്നു, റെഫറൻസ് കിടക്കുന്നു, എല്ലാം കിടക്കുമല്ലേ. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. അവിടെ ഒരു സെൻറ്റ് ആൻറ്റണീസ് അപ്റ്റൺ പാർക്കിലൊരു പള്ളിയുണ്ട്. ഞാൻ ആ പള്ളിയിൽ പോയിരുന്നിട്ട് മാതാവിനോടും അവിടെ മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കൊന്തയൊക്കെ ചൊല്ലി ഞാൻ നിന്ന് കരയുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമുള്ള പള്ളിയിൽ ഞാൻ ഏറ്റവും പുറകിൽ പോയി എന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ആ പള്ളിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേന് മാതാവിൻ്റെ അത്ഭുതമെന്നേ ഞാൻ അത് പറയത്തുള്ളൂ. 5 മാസം എടുത്ത് അവിടെ നടന്ന ആ പ്രോസസ്സ് 5 മണിക്കൂർ എടുത്തില്ല. എനിക്ക് ആ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങി ഞാൻ നെറ്റ് ഓണാക്കി നോക്കുമ്പോഴത്തേന് എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് COS വന്ന് കിടക്കുവാണ്. എൻ്റെ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല, വാക്സിനേഷൻ കഴിഞ്ഞിട്ടില്ല, റെഫറൻസ് ചെക്ക് കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ID ചെക്ക് മാത്രം. എനിക്ക് അവിടുന്ന് ആദ്യം അവർ COS വന്നു. ഈ COS വെച്ച് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ ആ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, മമ്മി ഇങ്ങനെ വന്നിട്ടുണ്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയാം, എനിക്ക് COS വന്നിട്ടുണ്ട്. ഈ COSനാണ് ആ കെയർ ഹോമുകാർ എന്നോട് 20 ലക്ഷം രൂപ ചോദിച്ച സാധനം. അതെനിക്ക് 1 രൂപ പോലും കൊടുക്കാതെ ഇവിടെ വന്ന് കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഇതാണ്, നീ എന്തായാലും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വിസയ്ക്ക് വേണ്ടി വെച്ചു. ഞാൻ വെച്ചേക്കുന്നത് വെറും സ്റ്റാൻഡേർഡ് വിസയ്ക്ക് വേണ്ടിയാണ്. 304 പൗണ്ട് കൊടുത്ത് വെറും സ്റ്റാൻഡേർഡ് വിസ. HMRCയുടെ ഇത് വെച്ച് 8 ആഴ്ച എടുത്ത് കിട്ടേണ്ട വിസ എനിക്ക് വെറും 24 മണിക്കൂർ കൊണ്ട് ആ വിസയും കിട്ടി. 6 മണിക്കൂർ കൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പും കിട്ടി. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇനിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് കുറച്ച് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മമ്മിക്ക് കൊടുക്കാം. യേശുവേ നന്ദി, ദൈവമേ സ്വസ്ത്രം. ഞാൻ 2016 ഒക്ടോബർ 26 ഞാനും മോനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 21-22 വർഷങ്ങളിൽ കൊറോണ കാരണം റാലിക്കൊന്നും വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞുള്ള 5 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കൊച്ചനോട് പറഞ്ഞു, മമ്മി എനിക്ക് വേണ്ടി ഞാൻ ഒറ്റ നിയോഗം കൈപ്പിടിച്ച് എഴുതിക്കൊണ്ടാണ് പോയത്, ലണ്ടനിൽ കൊച്ചിന് ജോലി കിട്ടണമെന്ന്. പക്ഷേ അത് കഴിഞ്ഞ് കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടി. പിന്നെ എനിക്ക് ചെറിയ രോഗം, എൻ്റെ കയ്യെ സോപ്പിൻ്റെ അലർജി ഉണ്ടായിരുന്നു. അത് സോപ്പ് വർഷങ്ങളായിട്ടുള്ളതായിരുന്നു. അത് ഈ 4ാമത്തെ പുതുക്കലോടുകൂടി എനിക്ക് മാറിക്കിട്ടി. പിന്നെ ചെറുപ്പം തൊട്ട് ബസ്സിൽ കയറുമ്പോൾ ഛർദ്ദിക്കുന്ന രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും എന്നെ പ്രത്യേകിച്ച് വണ്ടിയിലൊന്നും ദൂരെ കൊണ്ടുപോകുകയില്ല. കാരണം ഇച്ചിരി അങ്ങോട്ട് പോയ ഉടനെ തലയ്ക്കകത്ത് വേദന എടുക്കും. പലയിടത്തും മണങ്ങൾ, അതായത് ഒരിടത്ത് ചെല്ലുമ്പോൾ പെട്രോളിൻ്റെ ആയിരിക്കും, അടുത്ത് ചെല്ലുമ്പോൾ ബേക്കറിയിലായിരിക്കും. അങ്ങനെ മണം അടിച്ചു കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തലയ്ക്കകത്ത് വേദന വരും, പെട്ടെന്ന് ഛർദ്ദിക്കും. ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടവും വരും, ചമ്മലും ഉണ്ട്. കാരണം എന്നെക്കാട്ടിലും കുഞ്ഞു കുട്ടികളിരിക്കുന്ന അവരൊക്കെ ഛർദ്ദിക്കാതിരിക്കും. ഇത്രയും വലിയ ഞാൻ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 4ാമത്തെ പുതുക്കലോടുകൂടി എൻ്റെ ആ രോഗം പൂർണ്ണമായിട്ടും മാറി. കാരണം ആദ്യ നാളിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഉളിയ കഴിച്ചിട്ടാണ് വരുന്നത്. ആ ഉളിയ കഴിക്കുന്നവർക്കറിയാം അതിൻ്റെ പ്രയാസം. ഞാൻ ഇവിടെ വന്ന് അങ്ങ് ഉറക്കം തൂങ്ങും. കൊച്ചെന്നെ എപ്പോഴും വഴക്ക് പറയും. കാരണം ഞങ്ങൾ ആ ഏറ്റവും പുറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഉറക്കം തൂങ്ങുമ്പോൾ എന്നോട് പറയും, മമ്മി ഉറങ്ങാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കും. ഞാൻ പറയും, മോനെ എനിക്ക് വയ്യ, ഞാൻ മനഃപൂർവ്വം ഉറങ്ങുന്നതല്ല, ഈ ഉളിയ കഴിച്ച് നമ്മുടെ ശരീരം തളർന്നു പോകും. അതെനിക്ക് മാതാവ് പൂർണ്ണമായിട്ട് മാറ്റിത്തന്നു. ഇന്ന് ഞാൻ വരുന്നുണ്ടെങ്കിൽ ഒരു ഉളിയ പോലും കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല. എത്ര ദൂരെ പോയാലും ഛർദ്ദിക്കത്തില്ല. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് മാതാവ് ഞങ്ങൾക്ക് തന്നു. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. മാതാവ് 1000 നന്ദി. കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ആദ്യമൊക്കെ പള്ളികളിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പള്ളികളിൽ കൊടുത്താൽ ആരും അത്ര സ്വീകരിക്കത്തില്ല, എല്ലാവരും വാങ്ങിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാനത് പൂർണ്ണമായിട്ടും നിർത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോയി 2 ദിവസമോ അല്ല അന്ന് തന്നെ നേരം ഉണ്ടെങ്കിൽ ഞാൻ നേരെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോവും. അവിടെ പോയി രോഗികളുമായിട്ട് കുറേ നേരം സംസാരിച്ച് കൃപാസനം പത്രം അവരോട് ചോദിച്ച് അവർക്ക് കൊടുക്കും. വായിക്കാവോ എന്ന് ചോദിക്കും. വായിക്കാൻ അറിയാൻ മേലാത്തവർക്കാണെങ്കിൽ അതിനകത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. എല്ലാവരും സന്തോഷത്തോടു കൂടി വാങ്ങിച്ച് ഒത്തിരി അനുഗ്രഹം. പിന്നെ ചിലർക്കൊക്കെ പൊതിച്ചോറുകളും ആഹാരമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ പത്രം ഞാൻ കൂടുതലും ആശുപത്രികളിലാണ് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ ഒത്തിരി കാരുണ്യ പ്രവൃത്തികളുമൊക്കെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മാതാവ് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക്. ആദ്യമായി ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. എൻ്റെ അമ്മ തന്ന വലിയ അനുഗ്രഹങ്ങൾ. എൻ്റെ പേര് മഞ്ജുകോശി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിയ്യപുരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ പങ്കുവയ്ക്കുകയാണ്.
ആദ്യമായിട്ട് എൻ്റെ അമ്മ മാതാവ് തന്ന വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടിരുന്നു നേഴ്സിങ്ങിൻ്റെ. ആദ്യം ഞാൻ എടത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു സ്ഥാപനമായിരുന്നു ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് പുതുപ്പള്ളിയിലിട്ടു. അത് എനിക്ക് വലിയ ഇതൊന്നും ആയിട്ടില്ലായിരുന്നു. എങ്കിലും ഞാൻ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് 2023 ഉടമ്പടി എടുത്ത് ഈ പുണ്യഭൂമിയിൽ എന്ന് ഞാൻ കാലുകുത്തി അന്നു മുതൽ അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹത്തിൻ്റെ പെരുമഴയായി തന്നു. ഞങ്ങൾ ഫെബ്രുവരി 12 2024 ഫെബ്രുവരി 12 ചങ്ങനാശ്ശേരിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടു. ഞാൻ 10 വന്നു, അച്ഛനെ കണ്ടു, ബ്ലെസ് ചെയ്തു. 11 രാത്രി വരെ എനിക്ക് 110 കുട്ടികളായിരുന്നു വേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പണിങ്ങിൽ. എനിക്ക് 11 വൈകിട്ട് വരെ 70 കുട്ടികളെ ഉള്ളായിരുന്നു. ഞാൻ വളരെയേറെ ഭാരപ്പെട്ടു. അമ്മ മാതാവിനോട് തൈലവും ഉപ്പും ഇട്ടു പ്രാർത്ഥിച്ചു. രാവിലെ ഓപ്പണിംഗ് സമയത്ത് എനിക്ക് 110 കുട്ടികളെ വേണ്ടിടത്ത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് 130 കുട്ടികളെ തന്ന് അനുഗ്രഹിച്ചു. അതിന് ഞാൻ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. അച്ഛനെ കണ്ട് ബ്ലെസ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, കാശ് രൂപം തന്നു, ഇത് കൊണ്ടുപോയി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് താക്കോലും വെഞ്ചരിച്ച് തന്നിരുന്നു. അതിനുശേഷമാണ് എനിക്ക് 130 കുട്ടികളെ അമ്മ മാതാവ് തന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ, ഞാൻ മകനെ പഠിപ്പിക്കാനായിട്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തായിരുന്നു. 3 ലക്ഷം രൂപ എടുത്തെടുത്ത് എനിക്ക് 5,30,000 രൂപ ജപ്തി നോട്ടീസായി വന്നു. ആദ്യം വന്ന് ഞാനതൊന്നും കാര്യമാക്കിയില്ല. രണ്ടാമതും വന്ന് കാര്യമാക്കിയില്ല. മൂന്നാമത് വന്നു. ഞാൻ ബാങ്കിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസുമായി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനെ കണ്ടു, ബ്ലെസ് ചെയ്തു. അച്ഛൻ കാശ് രൂപം തന്നു. നീ ധൈര്യമായി പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ ആ കാശ് രൂപമായി ബാങ്കിലേക്ക് പോയി. എനിക്ക് 5,30,000 രൂപ അടയ്ക്കേണ്ടിടത്ത് എൻ്റെ അമ്മ മാതാവ് 1.5 ലക്ഷം രൂപ എനിക്ക് അടച്ച് എൻ്റെ ലോണ് ക്ലോസ് ആക്കി തന്നു. എന്നോട് ആദ്യം ഞാൻ ചെല്ലുമ്പം മാനേജർ പറയും, അടച്ചേ പറ്റത്തുള്ളൂ, ഒരു വിട്ടുവീഴ്ചയില്ലെന്ന്. ആ മാനേജർ എന്നോട് ചോദിച്ചു, എത്ര രൂപ നിങ്ങൾക്ക് അടയ്ക്കാമെന്ന് ചോദിച്ചു. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, 1.5 ലക്ഷം രൂപയിൽ നമുക്ക് അടച്ച് ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് ഈശോയും അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായി തന്നതിന് കോടാനുകോടി നന്ദി മാതാവിനോടും ഈശോയോടും ഞാൻ പറയുന്നു. മൂന്നാമതായി എനിക്കൊരു വീട് ഉണ്ടായിരുന്നു. അത് 2018 പ്രളയം വന്നപ്പോൾ മൊത്തവും പോയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ നിന്നും പഞ്ചായത്തിനുമായി എനിക്കൊരു വീട് തന്നു. എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ലാത്തത് കൊണ്ട് ഞങ്ങളത് വലിയ പൊക്കമൊന്നുമില്ലാതെ ആണ് അന്ന് ഭവനം പണിതത്. വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് എപ്പം വെള്ളം പൊങ്ങിയാലും എൻ്റെ വീട്ടിൽ വെള്ളം കയറുകയും ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് വേറെ സ്ഥലങ്ങളിൽ പോവുകയും സാധനങ്ങളൊക്കെ എപ്പോഴും മാറ്റുകയും ചെയ്തു. വളരെയേറെ ഭാരപ്പെട്ടു. ഞാനിവിടെ വന്ന് നിയോഗത്തിൽ അമ്മയോട് വെച്ചു, അമ്മ മാതാവ് എനിക്ക് സ്വപ്നം കാണാത്ത വിധത്തിലൊരു വീട്, 2 നില വീട് തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ അമ്മ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം ആ വീട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബന്ധത്തിലുള്ള ഒരാൾ പറഞ്ഞു, ഞങ്ങൾ തന്ന് സഹായിച്ചോളാം എന്ന് പറഞ്ഞു. അവസാന നിമിഷമായപ്പോൾ അവർ കൈയൊഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡും മകനും വളരെയേറെ നിരാശപ്പെട്ടു. എവിടുന്ന് തുടങ്ങും, എവിടുന്ന് അവസാനിക്കുമെന്നും അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവ് ഇത്രത്തോളം തന്നില്ലേ, ഒരു വാതിൽ അടയുമ്പോൾ 9 വാതിൽ എൻ്റെ ഈശോയും മാതാവും തുറക്കുമെന്ന്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു വീട് തന്ന് എൻ്റെ അമ്മ മാതാവ് ഈശോയും എന്നെ അനുഗ്രഹിച്ച്. അതിന് ഞാൻ
എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതിന് എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എല്ലാം ഞങ്ങളുടെ ആരുടെയും വലിയ ഇതൊന്നും അല്ല, ഞങ്ങൾക്ക് ആരും തന്ന് സഹായിക്കാൻ. അതെല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഞാൻ എന്ന് ഈ പുണ്യഭൂമിയിൽ കാലുകുത്തി, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവമക്കളെ ഒത്തിരി സങ്കടങ്ങളും സഹനങ്ങളും ദുരിതങ്ങളും നിന്ദകളും പരിഹാസങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബവും ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്നതിന് ശേഷം എൻ്റെ അമ്മ മാതാവ് എനിക്ക് വലിയേറിയ അനുഗ്രഹങ്ങളാണ് തരുന്നത്. ഒരു ഭാഗത്തൂടെ സഹനങ്ങൾ തരുമെങ്കിലും ഒരു ഭാഗത്തൂടെ അമ്മ മാതാവ് വലിയേറിയ അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ്. എനിക്ക് എത്ര പറഞ്ഞാലും മതി വരാത്തതുപോലാണ് എൻ്റെ അമ്മ മാതാവ് ഈശോയും എനിക്ക് തരുന്നത്. ഞാൻ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ അമ്മ മാതാവ് എനിക്ക് അത്ഭുതകരമായി നടത്തി തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വസ്തു മേടിച്ചിട്ട് 10-13 വർഷമായിരുന്നു. എനിക്ക് വഴിയില്ലായിരുന്നു, നടന്നു പോകാനും ഒരു ചെറിയ ആക്റ്റീവ വരാൻ ഉള്ള വഴിയേ ഉള്ളായിരുന്നു. അതും ഞാനിവിടെ അച്ഛനോട് വന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചു, എനിക്ക് കാശ് രൂപം തന്നു. അതുകൊണ്ട് അവിടെ വെഞ്ചരിച്ച കാശ് രൂപം കുഴിച്ചിടുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് തടസ്സമായി കിടന്ന വഴി അത്ഭുതകരമായി ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കാറ് എൻ്റെ മുറ്റത്ത് വരും. അതുപോലൊരു വഴി എൻ്റെ അമ്മ മാതാവ് എന്നെ തന്ന് അനുഗ്രഹിച്ചു. അതിനും ഞാൻ അമ്മ മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ദൈവമക്കളെ. പിന്നെ ഞാനെല്ലാ ദൈവമക്കളെ ഒരു കാര്യം, ഞാനിവിടെ എല്ലാ മാസവും ലാസ്റ്റത്തെ ശനിയാഴ്ച രാത്രിയിൽ അഖണ്ഡ ജപമാലയ്ക്ക് വരും. ആ സമയത്ത് ഞാനിങ്ങോട്ട് വന്ന വഴി വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ കൂടെ വന്നവർ ഇങ്ങ് പോന്നു. ഞാൻ അവരുടെ ഒപ്പം പിടിക്കാൻ വേണ്ടി വണ്ടി ഇച്ചിരി സ്പീഡ് വിട്ടു. ഞാനൊരു പാണ്ടി ലോറിയുടെ സൈഡിലായിരുന്നു. പാണ്ടി ലോറിയുടെ ലാസ്റ്റത്തെ ടയറ് എൻ്റെ കാലിലൂടെ കയറി ഇറങ്ങി. ആ സമയത്ത് എൻ്റെ വണ്ടിയിൽ എൻ്റെ അമ്മ മാതാവിൻ്റെ തൈലമുണ്ടായിരുന്നു. എൻ്റെ പുറകിൽ ബ്ലോക്കായ വണ്ടിക്കാരെല്ലാം ഓടി വന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം, ആംബുലൻസ് പിടിക്കാം. ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ വണ്ടിയിൽ അമ്മ മാതാവിൻ്റെ തൈലമുണ്ട്, അത് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അത് തോത്തു. ഞാൻ ആ കാലും വെച്ചു വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് ആ കൃപാസനത്തിൽ വന്നു. അഖണ്ഡ ജപമാല കൂടി വെളുപ്പിനെ 4 മണിക്കാണ് വീട്ടിൽ ചെന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു. അതും വലിയ അത്ഭുതമെന്ന് പറയട്ടെ, ഭയങ്കര അത്ഭുതമായിരുന്നു. ആ പാണ്ടി ലോറിയുടെ ടിപ്പർ കയറിയ എൻ്റെ കാലിൽ കുഞ്ഞാം വിരലിന് മാത്രം ഒരു ചെറിയ ചതവേ ഉള്ളായിരുന്നു. അവിടുന്നും എൻ്റെ മാതാവ് ഈശോയും എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ സഹായിച്ചു. കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം വാങ്ങിക്കും. ഞാൻ എല്ലാ മാസവും ആദ്യ ചൊവ്വാഴ്ച വന്ന് 2-3 കെട്ട് പത്രം വാങ്ങിച്ച് ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകും. ആദ്യമൊക്കെ പത്രം ഞാൻ കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എന്നോട് പലരും പറഞ്ഞ് ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു എൻ്റെ വെളുത്ത മുടി ഒന്ന് കറപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും കാണുന്നവരെല്ലാം നമ്മളെ കളിയാക്കുമായിരുന്നു. വലിയ എങ്കിലും അങ്ങനെ നമ്മളെ നിന്ദിച്ചെടുത്ത് പരിഹസിച്ചെടുത്തുമാണ് എൻ്റെ കർത്താവ് എൻ്റെ അമ്മ മാതാവും മാനിക്കത്തക്ക വിധം വിളിച്ച് എന്നെ ഇത്രത്തോളം ഉയർത്തിയ വൻകൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ആത്മീയവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും വരും. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ അടുത്തിരിക്കുന്നവരോട് എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറയുകയും ഞാൻ അങ്ങനെ 5-6 പേരെയൊക്കെ വെച്ച് ഒരു നമ്പർ മേടിച്ച് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. കൃപാസന ഗ്രൂപ്പ് എന്ന് പറയുന്ന എൻ്റെ അഡ്മിനായി. എനിക്ക് ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ 70 പേരുണ്ട്.
എനിക്ക് അങ്കമാലി, എറണാകുളം, ഇരിഞ്ഞാലിക്കുട, ഹരിപ്പാട്, അങ്ങനെ ആലുവ, ഒത്തിരി ഇടത്തുള്ള സഹോദരിമാരുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ 450 പൊതിച്ചോറ് കൊടുക്കുവാൻ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ പോകും, അമ്മച്ചിമാർക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കും, അവർക്ക് ഫുഡ് കൊടുക്കും, അങ്ങനെയും ചെയ്യുന്നതുണ്ട്. അമ്മ മാതാവ് തന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. എന്നെ ഒന്നുമില്ലാഴികയിൽ ഇത്രത്തോളം ഉയർത്തി അത്ഭുതകരമായി അതിശയമായി നടത്തുന്ന എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ കോടാനുകോടി നന്ദി